ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. എനിക്ക് പേരറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്നുമല്ല, 21 വയസ്സേ ഉള്ളൂ, ചെറിയ പെൺകുട്ടിയാണ്. അവളെ കൂടെ നിർത്തുന്നതിന് എന്ത് വന്നാലും വീട്ടുകാരുണ്ട് കൂടെ എന്ന് ഉറപ്പ് നൽകി ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് നിവൃത്തിയില്ലാതെ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ ജീവൻ ഒടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ വളരെ ദുഃഖകരമായ സാഹചര്യം പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചേർത്ത് നിർത്തി ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒപ്പം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്? ഇങ്ങനെയൊരു വാട്സപ്പിലൂടെയൊക്കെ മുത്തലാഖ് ചെല്ലുന്നത്, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ഇയാൾക്ക് ഇപ്പോഴും അറിയില്ലേ? ഈ റസാഖിന് ഇപ്പോഴും അറിയില്ലേ? ആ മോളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഹലോ, കേൾക്കാമോ ഞാൻ ചോദിക്കുന്ന? ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ നമുക്ക് ശരിക്കും സംസാരിക്കായിരുന്നു. ഹലോ ഹലോ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് വെച്ചാൽ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാമായിരുന്നു. ഹലോ, കേൾക്കാമോ? കാസർഗോഡ് കല്ലൂരാവി സ്വദേശിനിയായ 21 വയസ്സുള്ള കുട്ടിയെയാണ് ഇപ്പോൾ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് എന്ന ആൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഈ കുട്ടിക്ക് നിരന്തരമായി പീഡനമേൽക്കാറുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നു. ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഈ കുട്ടിയുടെ കുടുംബം. കുട്ടിയുടെ അച്ഛൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഇപ്പോൾ കേൾക്കാമോ ഞാൻ സംസാരിക്കുന്നത്? ഇപ്പൊ കേൾക്കാമോ? ഞാൻ പറയുകയായിരുന്നു, അവൾക്ക് ധൈര്യം കൊടുത്ത് കൂടെ നിൽക്കുന്നതിനും ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. കാരണം എപ്പോഴും ആരും ഇല്ലെന്ന തോന്നലിൽ ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കുട്ടികൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതാണല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അപ്പൊ അതിനാദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതിന് ഞങ്ങളും ഈ പൊതുസമൂഹം മുഴുവനും നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മോശം അനുഭവത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്? തുടക്കം തൊട്ടേ ഇയാൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറിയിരുന്നത്? ഫോണിൽ കൂടെ മുത്തലാഖ് ചെയ്യാനൊക്കെ പറ്റും, അതൊന്നും നിരോധിച്ചതോ ഈ രാജ്യത്ത് അതൊന്നും നടക്കില്ല എന്നതൊന്നും ഇയാളും ഇയാളുടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞോ ഇല്ലേന്നറിയില്ല, പക്ഷെ നല്ല ഇതിൽ കഴിഞ്ഞിരുന്നൊരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇവരുടേത്. പക്ഷെ അതിന്റെ ഇടയിൽ ഭർത്താവിന്റെ പെങ്ങളും ഇവിടുത്തെ എന്റെ ഏട്ടന്റെ കുറച്ചാളും കൂടി എടുത്തു പണിയാണിത്. നിങ്ങളുടെ ബന്ധുക്കൾ കൂടി അവർക്കൊപ്പം നിൽക്കാൻ എന്താണ് കാരണം? സാമ്പത്തികമാണോ കാരണം? എന്താണ് ഇതിന്റെ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ ഇതൊരു ഞങ്ങളുടെ കല്യാണത്തിന് നമ്മളെ ഏട്ടന്റെ വരുന്നു എന്റെ ഫാമിലിയിൽപ്പെട്ട അവരൊന്നും കൂടിയിരുന്നില്ല. പക്ഷെ അവര് ഈ ഭർത്താവിന്റെ പെങ്ങൾ ഇവരെയും പൊടിച്ചിട്ട് എടുത്തുവിട്ടി പണിയാണിത്. മോളെ ഈ റസാഖും കുടുംബാംഗങ്ങളൊക്കെ ഉപദ്രവിക്കാറുണ്ടായിരുന്നോ? ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവളുടെ മാനസികവും ശാരീരികവും ഒക്കെ ആരോഗ്യം എങ്ങനെയുണ്ട്? റസാഖ് ഈ പോകുന്നത് വരെ നല്ല ഇതിലുണ്ടായിരുന്ന ഒരു പുതിയ പ്ലെയറിന് ഉണ്ട്, നല്ല ഉഷാറിലുണ്ടായിരുന്ന നല്ല ഇത്. ആ ദമ്പത്യ ജീവിതമാണ് ഇവിടെ ഈ ഭർത്താവിന്റെ പെങ്ങളും കുടുംബക്കാരും ഇവിടുത്തെ വീട്ടുകാരും കൂടിയിട്ട് എടുത്തുകൂട്ടി പണി. അവളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നോ? സ്ഥിരമായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പെങ്ങളും ഉമ്മയും സ്ഥിരമായി അവിടുന്ന് ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പോയിട്ട് കുറെ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടത്. പിന്നെ ഏത് കുഞ്ഞിനൊരു ജീവിതമല്ല, അവിടെ നിന്നോട്ട് ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞങ്ങൾ കുട്ടീനെ ഇതാക്കിയത്. പിന്നെ ഭർത്താവും ഇതേപോലെ ഇവരെ ഇതിൽ പൊട്ടിട്ട് ഇപ്പാണ് ഈ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. ഇതെന്നാണ് ഈ വാട്സപ്പിലൂടെ ഈ മുത്തലാഖ് ചൊല്ലി അയച്ചത്? എപ്പോഴായിരുന്നു? വെള്ളിയാഴ്ച. ഓക്കെ. ഇത് പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ടില്ല? ഇങ്ങനെ വാട്സപ്പിൽ കൂടെ ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പള്ളിയിൽ കല്യാണമൊക്കെ പള്ളി വഴിയൊക്കെ ആണല്ലോ നടത്തുന്നത്. കാരണം ഇസ്ലാമിക നിയമപ്രകാരം 3 തലാഖ് ചെല്ലലറിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇത് അറിഞ്ഞാല് നമ്മൾ അവിടുത്തെ പള്ളിക്കാരുണ്ട് ചെയ്യേണ്ടത്. നമ്മൾ നിക്കാഹ് കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, എന്റെ മകള് ശരിക്കും തികഞ്ഞു വരുന്ന കുട്ടിയല്ല, എന്തെങ്കിലും പാകപ്പിഴവോ ഇതുണ്ടെങ്കിൽ അഥവാ അത് പൊരുത്തപ്പെടുത്തി കൊടുക്കാമെന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത്. ഈ നിക്കാഹ് ചെയ്ത് കൊടുക്കുക ഈ 3 തലാഖ് ചെല്ലുന്നവര് തലാഖ് ചെല്ലാനുള്ള അധികാരം അവർക്ക് അറിഞ്ഞാല് ആദ്യം അവരെ കാരണവന്മാരോടും പള്ളി കമ്മിറ്റിക്കാർ, അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ഉള്ള പള്ളി കമ്മിറ്റിക്കാർ, ഇവരോടൊന്നും പറയാതെ ഒരു കാര്യം അറിയാതെ പെട്ടെന്നൊരു മുത്തലാഖ് ചെല്ലാന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല സർ. തീർച്ചയായിട്ടും
മാത്രമല്ല നമ്മൾ ഇന്ത്യയിലാണല്ലോ ജീവിക്കണേ, ഇവിടെ ഒരു ഭരണഘടനയൊക്കെ ഉണ്ട്, അതുപ്രകാരം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ. ഇപ്പോൾ എന്താണ് നിങ്ങൾ ഏത് രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്? ഈ ഒന്ന് അവളെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം അല്ലേ? അതെ, എല്ലാ നിലക്കും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഗാർഹിക പീഡന കേസിനും മറ്റേ ഇതിനും എല്ലാ ഇതുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വലിയ രീതിയിൽ പൈസയും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അതെന്തായിരുന്നു സംഭവിച്ചത്? പൈസ പറഞ്ഞാല് അവൻ എന്റെ വീടിന്റെ മുമ്പിലുള്ള സ്ഥലം നിന്റെ പേരിൽ എടുത്തല്ല അറിഞ്ഞിട്ട് കുട്ടിയെ നിരന്തരം ഫോൺ വിളിച്ചിട്ട് ഇതാക്കുമായിരുന്നു. അങ്ങനെ കുട്ടി എന്താക്കി എല്ലാ ആളെ കയ്യിലുള്ള പൊന്നും ഇതെല്ലാം വിറ്റിട്ട് പൈസ ബാങ്ക് മുഖാന്തരം അങ്ങോട്ട് അയച്ചതാണ്. IDB ബാങ്ക് മുഖാന്തരം പൈസ ഒന്നിട്ട് പൈസ കിട്ടി എന്ന് പറഞ്ഞ് ഇതിനെന്നെ ഞാൻ ഇതുവരെ കാത്തു നിന്നത്, എന്നെ നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. എപ്പോഴായിരുന്നു ഇവരുടെ കല്യാണം നടന്നത്? എപ്പോഴായിരുന്നു? ആഗസ്റ്റ് 11. അപ്പൊ തൊട്ടേ ഈ പ്രശ്നങ്ങളുണ്ടോ അതോ ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണോ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോയത്? അപ്പൊ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ ഭർത്താവ് ഇതോളെ ഇതാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിലാണ്. അതുവരെ അവരെ ഭർത്താവിന്റെ പെങ്ങന്മാർ, ഉമ്മ, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്തിരുന്നു. അതിന് കൂട്ടുപിടിച്ചത് നമുക്ക് ഒരു എതിരുള്ള ഒരു കക്ഷിക്കല്ല, എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇല്ലവരെ വീട്ടുപിടിച്ചിട്ട് അവര് ചെയ്ത പണിയാണ്. ഇവരും കൂടിയിട്ട് എടുത്തിട്ട് പണിയാണ്. ഈ ഭർത്താവിന് നിരന്തരം ഇവരെന്തെല്ലാം വേറെന്തെല്ലാം വേണ്ടാത്തത് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്ത പണിയാണ്. ഇപ്പൊ എന്തായാലും പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? കൊടുത്തിട്ടുണ്ട്. നിയമപരമായി കിട്ടാവുന്ന എല്ലാ പരിരക്ഷയും മകൾക്ക് കിട്ടട്ടെ. അവള് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ. ഒരിക്കലും ആരോഗ്യമോ മനസമാധാനമോ കളഞ്ഞ് ഒരു വിവാഹ ജീവിതം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. അതിന് കൂടെ നിൽക്കുന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അവളോട് ഞങ്ങളുടെ ഒക്കെ പിന്തുണ അറിയിക്കണം. ഒപ്പം നിയമപരമായി നിങ്ങൾക്ക് കിട്ടാവുന്ന നീതി പൂർണ്ണമായും കിട്ടുന്നത് വരെ ഞങ്ങളും കൂടെ ഉണ്ടാവും. മുത്തലാഖ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ്. മതപരമായി അത് ചെയ്യുന്നതിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. അതൊന്നുമില്ലാതെ വാട്സപ്പിലൂടെയാണ് ഈ കുട്ടിക്ക് നേരെ ഇയാൾ മുത്തലാഖ് ചൊല്ലിയത്. ആ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ അച്ഛൻ. KV ബൈജു തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, വളരെ ക്ലാരിറ്റിയിൽ ഇങ്ങനെ ഒരു അനീതിക്കെതിരെ പൊരുതാൻ തന്നെയാണ് അവരുടെ വീട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ശ്രീജ, ഇത് സംബന്ധിച്ച് പോലീസ് നിയമ നടപടിയുമായി ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള കൃത്യമായ രേഖകൾ ഇവരുടെ കയ്യിലുണ്ട്. അതായത് 12 ലക്ഷത്തോളം രൂപ ഈ ഭർത്താവ് കൈപ്പറ്റിയിരുന്നു. അതായത് കുട്ടിയുടെ മുഴുവൻ സ്വർണവും ഈ വിവാഹത്തിന് വേണമെന്നാവശ്യപ്പെട്ട് 50 പവനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇവർക്ക് അത്ര നൽകാൻ സാധിച്ചില്ല. ബന്ധുക്കളൊന്നും മറ്റൊന്നും സ്വരൂപിച്ച ഒരു 20 പവൻ സ്വർണം നൽകിയിരുന്നു. ആ സ്വർണമാണ് ഈ കുട്ടിയെ കൊണ്ട് വിൽപ്പന നടത്തിച്ചത്. ആ പണം ഇയാൾ കൈപ്പറ്റി. അത് കൈമാറിയ രേഖയുണ്ട്, ബാങ്ക് രേഖയുണ്ട്. അതുകൂടാതെ ശബ്ദ സന്ദേശമുണ്ട്. ഇതിനുമപ്പുറം ഈ പെൺകുട്ടിയോട് പലതരത്തിൽ ഇത്തരത്തിൽ സംസാരിച്ചതിന്റെ ശബ്ദ സന്ദേശങ്ങളുണ്ട്. ഇതൊക്കെ പോലീസിന് കൈമാറിയിരിക്കുന്നു. ഈ തെളിവുകൾ, ഈ രേഖകളൊക്കെ വെച്ചാണ് ഇവർ നിയമ നടപടി കൊടുക്കുന്നത്. തീർച്ചയായും ആ പിതാവ്, നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു. വലിയ സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു വീട്. ആ വീട്ടിൽ ഈ പെൺകുട്ടി വളരെ അവശത അനുഭവിച്ച് രാവിലെ ആയിരുന്നു നമ്മോട് അവിടെ എത്താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ കുട്ടി ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുട്ടിയെ കാണുന്നതും ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും. എന്തായാലും ആ കുട്ടി ആ ജീവനോടെ ആ വീട്ടിൽ നിന്നും എത്തിയത് തന്നെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ കാര്യമാണ്. കാരണം അത്രത്തോളം കൊടിയ പീഡനം അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നു. മുറിയിൽ പൂട്ടിയിട്ടൊക്കെ ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് ഈ പിതാവാണ് ഈ കുട്ടിയെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അഭിഭാഷകൻ ഷുക്കൂർ ആണ് ഇത് സംബന്ധിച്ച് ഇവർക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നത്. ഒപ്പം കാഞ്ഞങ്ങാട് CI അജിത്താണ് ഈ കാര്യത്തിൽ നമ്മൾ അവരോട് പോലീസുമായി സംസാരിച്ചിരുന്നു. ഇന്ന് ആ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ വിദേശത്ത് നിന്നും ഇവിടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളും ആരംഭിക്കും. അതുകൂടാതെ ഇയാളുടെ മാതാവ്, നെല്ലിക്കട്ടിയിലാണ് ഇവരുടെ വീട്, ഈ ഭർത്താവിന്റെ വീട്. അവിടെയുള്ള മാതാവ്, സഹോദരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതിയിൽ ഇവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് പോലീസ് ഇത് സംബന്ധിച്ച നിയമ നടപടികൾക്ക് തുടക്കം ആവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ഈ നിരോധന നിയമം വന്നതിന് ശേഷം ആദ്യം വരുന്ന ഒരു പരാതിയാണ് ഇത്. അത് മാത്രമല്ല, അതിൽ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ കുടുംബം കൃത്യമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ പെൺകുട്ടി അത്ര വലിയ ഈ ഒരു മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ട്.
കൊണ്ട് ശാരീരികമായ ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല തന്റെ ജീവിതം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ജീവനോടെ ആ കുട്ടി ഇവരുടെ വീട്ടിലേക്ക് എത്തി എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്നാലും വലിയ ഇത്തരത്തിലുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്തകൾ തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. ആ വീട്ടിലെത്തിയപ്പോഴും നമുക്ക് 4 പെൺകുട്ടികളുടെ ഒരു പിതാവ്, അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഒരു പ്രാരാബ്ധവും വലിയ സമ്പന്ന കുടുംബവും എന്നല്ല, സാധാരണ കുടുംബമാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ യുവാവ് ഈ പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നത്. പിന്നീട് വീട്ടുകാർ ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. ചില ബന്ധുക്കൾ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഈ വിവാഹത്തിന് പങ്കെടുക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയൊരു ഈ ഒരു കാരണമായി ഉണ്ടായിരുന്നത്. മറ്റേ ഇവരുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് പുറമെ അവർക്കെതിരെയും ഈ പരാതിയിൽ ഇവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് നിയമ നടപടി ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ആദ്യ കേസ് കാസർഗോഡ് ജില്ലയിൽ മുത്തലാഖ് ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് ആദ്യ കേസ് ഇന്ന് രജിസ്റ്റർ ചെയ്യും. തുടർ നടപടികൾ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആശ്വാസകരമായ കാര്യം 4 പെൺകുട്ടികളുണ്ട്. അതൊരു വലിയ ബാധ്യതയായി കരുതുന്ന സമൂഹമൊക്കെയാണ് നമ്മുടേത്. പക്ഷെ അപ്പോഴും 21 വയസ്സുള്ള തന്റെ പെൺകുട്ടിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ആ അച്ഛൻ, ആ കുടുംബം. ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്കും അനീതി നേരിടുക, മർദ്ദനം നേരിടുക, സാമ്പത്തിക നഷ്ടമുണ്ടാവുക, അതോടൊപ്പമാണ് മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കാനുള്ള ശ്രമം. ഇതിനൊക്കെ നിയമപരമായി തന്നെ മറുപടി നൽകണം. നിയമപരമായ എല്ലാ പിന്തുണയും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. ഒപ്പം നമുക്കെല്ലാവർക്കും ഇത്തരം ഒരു സാഹചര്യത്തിൽ പൊതുസമൂഹം എന്ന നിലയ്ക്ക് നമുക്കും ആ കുടുംബത്തിനും ആ കുട്ടിക്കും ഒപ്പം നിൽക്കാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.